ഗുഡ് ഈവനിങ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബൈനറി ഓപ്പറേഷൻസ് ആണ്. അർത്തമാറ്റിക് ഓപ്പറേഷൻസ് നമുക്കറിയാം: അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. അപ്പോൾ ഈ അരിത്തമാറ്റിക് ഓപ്പറേഷനിൽ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് 2 എലമെൻറ്റ്സ് അവിടെ വേണം. ആഡ് ചെയ്യണമെങ്കിലും 2 എലമെൻറ്റ് വേണം, സബ്ട്രാക്ഷൻ ആണെങ്കിലും 2 എലമെൻറ്റ്, മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിലും 2 എലമെൻറ്റ് ഉണ്ടാവണം, ഡിവിഷൻ ആണെങ്കിലും 2 എലമെൻറ്റ്. ആ 2 എലമെൻറ്റ് എന്ന് പറയുന്നത് സെയിമോ ഡിസ്റ്റിങ്റ്റോ ആകാം. അതുപോലെ ബൈനറി ഓപ്പറേഷനും 2 എലമെൻറ്റ്സ് വെച്ചിട്ടുള്ള ഒരു ഓപ്പറേഷനാണ്, ഒരു ഫങ്ഷനായിട്ട് അതിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ 2 എലമെൻറ്റ് വേണമെന്നുള്ളത് കൊണ്ട് നമ്മൾ ക്രോസ് പ്രോഡക്റ്റിൽ നിന്നാണ് ആ എലമെൻറ്റ് എടുക്കുക. അപ്പോൾ എ എന്ന ഒരു ആർബിട്രറി സെറ്റ്, ആ എ എന്ന സെറ്റിൽ ഒരു ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ ആ സ്റ്റാർ എന്ന ഓപ്പറേഷനെ ഒരു ഫങ്ഷനായിട്ട് ഡിഫൈൻ ചെയ്യാം, അല്ലെങ്കിൽ മാപ്പിംഗ്. എ ക്രോസ് എയിൽ നിന്ന് എയിലോട്ടുള്ള ഒരു മാപ്പിംഗ്. എ ക്രോസ് എയിലെ എലമെൻസിൻ്റെ ഫോം നമുക്കറിയാം: ഓർഡേർഡ് പെയർ എ ബി. അതിനകത്ത് നമുക്ക് 2 നമ്പേഴ്സ് ഉണ്ടാകും. അപ്പോൾ നമുക്ക് ആ 2 നമ്പേഴ്സും വെച്ച് ഈ സ്റ്റാർ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാം. അതിന് സ്റ്റാർ എ ബി അല്ലെങ്കിൽ എ സ്റ്റാർ ബി. അപ്പോൾ എ സ്റ്റാർ ബി എന്ന് പറയുമ്പോൾ ആ ആൻസർ എന്ന് പറയുന്നത് ഒരു സിംഗിൾ എലമെൻറ്റ്. ആ സ്റ്റാറിനെ ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. എ സ്റ്റാർ ബി എന്ന് പറയുന്നത് എ പ്ലസ് ബി ആയിട്ട് ഡിഫൈൻ ചെയ്യാം, എ സ്റ്റാർ ബി ഐ എ മൈനസ് ബി ആയിട്ട് ഡിഫൈൻ ചെയ്യാം, എ സ്റ്റാർ ബി ഐ എ സ്ക്വയർ പ്ലസ് ബി ആയിട്ട് ഡിഫൈൻ ചെയ്യാം, അല്ലെങ്കിൽ മിനിമം ഓഫ് എ ബി എന്ന് ഡിഫൈൻ ചെയ്യാം, എൽ സി എം ഓഫ് എ ബി എന്ന് ഡിഫൈൻ ചെയ്യാം. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഈ സ്റ്റാറിനെ ഡിഫൈൻ ചെയ്യാം. അപ്പോൾ അത് ബൈനറി ഓപ്പറേഷൻ ആകാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് ആ ആൻസർ എ എന്ന സെറ്റിനകത്ത് തന്നെ ഉണ്ടാകണം. അപ്പോൾ ഇൻ എ ബൈനറി ഓപ്പറേഷൻ എ പെയർ ഓഫ് എലമെൻറ്റ്സ് ഫ്രം എ അസോസിയേറ്റ്സ് ആൻഡ് റിസൾട്ട്സ് ഇൻ എ സിംഗിൾ എലമെൻറ്റ് ഓഫ് എ. എയിലുള്ള 2 എലമെൻറ്റ്സ് എടുത്ത് ഓപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ആൻസറും എക്കകത്തുണ്ട് എങ്കിൽ ആ ഓപ്പറേഷനെയാണ് ബൈനറി ഓപ്പറേഷൻ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, റാഷണൽ നമ്പേഴ്സ് എടുക്കുന്നു. എന്താണ് റാഷണൽ നമ്പേഴ്സ് നമുക്കറിയാം: p/q എന്ന ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സ്. പിയും ക്യൂവും ഇൻറ്റിജേഴ്സ് ആകണം, ഡിനോമിനേറ്റർ 0 ആകാൻ പാടില്ല. ന്യൂമറേറ്റർ വേണമെങ്കിൽ 0 ആകാം, പക്ഷേ ഡിനോമിനേറ്റർ 0 ആകാൻ പാടില്ല, കാരണം 0 കൊണ്ടുള്ള ഡിവിഷൻ പോസിബിൾ അല്ല. അങ്ങനത്തെ നമ്പേഴ്സിനെയാണ് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയും. അപ്പോൾ 2 റാഷണൽ നമ്പർ എടുക്കുന്നു, എ 2/3 ബി 3/4. അപ്പോൾ എ പ്ലസ് ബി കണ്ടുപിടിക്കുന്നു. 2/3 + 3/4 അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 17/12 കിട്ടും. അതും ഒരു റാഷണൽ നമ്പറാണ്. അപ്പോൾ ക്യൂവിലുള്ള 2 എലമെൻ്റ് എടുത്ത് ആഡ് ചെയ്തപ്പോൾ ആൻസർ എവിടെയുണ്ട്? ക്യൂവിനകത്ത് തന്നെ ഉണ്ട്. അതിനെ ഡിഫൈൻ ചെയ്യുന്നത് പ്ലസ് എ ബി. നമ്മൾ നേരത്തെ പഠിച്ചു സ്റ്റാർ എ ബി. ആ സ്റ്റാറിനെ ഇവിടെ പ്ലസ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നു. അപ്പോൾ പ്ലസ് എ ബി എന്ന് പറയുന്നത് എ പ്ലസ് ബി. ആ എ പ്ലസ് ബി എന്ന് പറയുന്നത് ഒരു ബൈനറി ഓപ്പറേഷനാണ് ക്യൂ എന്ന സെറ്റിൽ. അതുപോലെ നമ്മൾ സബ്ട്രാക്ഷൻ എടുക്കുന്നു. സബ്ട്രാക്ഷൻ എന്ന് പറയുമ്പോൾ എ മൈനസ് ബി. ആ എം 2/3 - 3/4 കണ്ടുപിടിക്കാൻ നമുക്ക് -1/12 കിട്ടും. അതും റാഷണൽ നമ്പറാണ്. അപ്പോൾ സബ്ട്രാക്ഷനും ക്യൂ എന്ന സെറ്റിൽ ബൈനറി ഓപ്പറേഷനാണ്. പക്ഷെ നമ്മൾ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റാണ് അവിടെ ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ 1 - 2 എടുക്കുമ്പോൾ നമുക്ക് ആൻസർ -1 കിട്ടുക. ആ -1 നാച്ചുറൽ നമ്പേഴ്സ് എന്ന സെറ്റിനകത്ത് ഇല്ല. അപ്പോൾ സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ എന്ന സെറ്റ് എടുക്കുമ്പോൾ അതിനകത്തത് ബൈനറി ഓപ്പറേഷൻ അല്ല, പക്ഷേ റാഷണൽ നമ്പേഴ്സിനകത്തത് ബൈനറി ഓപ്പറേഷനാണ്. അതുപോലെ മൾട്ടിപ്ലിക്കേഷൻ, ഏത് 2 എലമെൻ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്തിരുന്നാലും കിട്ടുന്ന എലമെൻറ്റും ഒരു റാഷണൽ നമ്പർ തന്നെ ആയിരിക്കും. അതിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെ? മൾട്ടിപ്ലിക്കേഷൻ ഫ്രം q ക്രോസ് q ടു q ഡിഫൈൻഡ് ബൈ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ ബി ഈക്വൽ ടു എ ഇൻറ്റു ബി. അപ്പോൾ ആൻസർ 2 എലമെൻ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറും ഒരു റാഷണൽ നമ്പർ ആകും. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ക്യൂ എന്ന സെറ്റിൽ ബൈനറി ഓപ്പറേഷനാണ്. അതുപോലെ തന്നെ ഡിവിഷൻ. അപ്പോൾ ഡിവിഷൻ്റെ കേസ് വരുമ്പോൾ നമുക്കറിയാം ഡിനോമിനേറ്റർ 0 ആകാൻ പാടില്ല. ഇപ്പോൾ ഞാൻ എ 2/3 ബി 3/4 ആണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ 8/9 കിട്ടും ആൻസർ. ദാറ്റ് ഈസ് എലമെൻറ്റ് ഓഫ് ക്യൂ. പക്ഷേ ആ ബി എയുടെ
2/3യും ബിയെ 0 ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ A/B നോട്ട് ഡിഫൈൻഡ് ആണ്. കാരണം 0 കൊണ്ടുള്ള ഡിവിഷൻ പോസിബിൾ അല്ല. അന്നേരം A/B ക്യൂവിനകത്ത് ഉണ്ടാകത്തില്ല. അപ്പോൾ ഡിവിഷൻ എന്ന ഓപ്പറേഷൻ ക്യൂ എന്ന സെറ്റിൽ ഒരു ബൈനറി ഓപ്പറേഷൻ അല്ല. കാരണം 0 കൊണ്ടുള്ള ഡിവിഷൻ പോസിബിൾ അല്ലാത്തത് കൊണ്ട്. A/B 0 ആകുന്ന കേസിൽ A/B ക്യൂവിനകത്ത് ഉണ്ടാകത്തില്ല. അപ്പോൾ ആൻസറും ആ സെറ്റിനകത്ത് ഉണ്ട് എങ്കിലേ അതിന് നമുക്ക് ബൈനറി ഓപ്പറേഷൻ ആണ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഡിവിഷൻ ഫ്രം Q cross Q to Q ഡിഫൈൻഡ് ബൈ division of AB equal to A/B is not a binary operation. അപ്പോൾ അഡിഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ബൈനറി ഓപ്പറേഷൻസ് ആണ് ക്യൂവിൽ. പക്ഷേ ഡിവിഷൻ ക്യൂവിൽ ബൈനറി ഓപ്പറേഷൻ അല്ല. അപ്പോൾ ബൈനറി ഓപ്പറേഷൻ എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. 2 എലമെൻ്റ് എടുത്ത് ഓപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ആൻസറും ആ സെറ്റിനകത്ത് തന്നെ ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ ആ ഓപ്പറേഷനെയാണ് നമ്മൾ ബൈനറി ഓപ്പറേഷൻ എന്ന് പറയും. അപ്പോൾ നമ്മൾ രണ്ടാമതൊരു എക്സാമ്പിൾ എടുക്കുന്നു. എ എന്നൊരു സെറ്റ് ഡിഫൈൻ ചെയ്യുന്നു. 5, 6, 7, 8. അപ്പോൾ ഇവിടെ ഞാൻ സ്റ്റാർ ഡിഫൈൻ ചെയ്യുന്നത് എ ക്രോസ് എയിൽ നിന്ന് എയിലോട്ട് സ്റ്റാർ AB ഈക്വൽ ടു മാക്സിമം ഓഫ് AB. നമ്മൾ എടുക്കുന്ന 2 എലമെൻറ്റിൽ മാക്സിമം, അതാണ് ഇവിടെ സ്റ്റാർ ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് കിട്ടുന്ന ഓർഡേർഡ് പേഴ്സ് എല്ലാം ഇവിടെയുണ്ട്. 5, 5, 5, 6, 5, 7, 5, 8. അതുപോലെ 6, 5, 6, 6, 6, 7, 6, 8, 7, 5, 7, 6, 7, 7, 7, 8, 8, 5, 8, 6, 8, 7, 8, 8. അപ്പോൾ ഇതിനകത്ത് ഏത് 2 എലമെൻ്റ് എടുത്തിട്ട് അതിൻ്റെ മാക്സിമം നോക്കിയാലും അതും ആ സെറ്റിനകത്ത് തന്നെ ഉണ്ട്. എ എന്ന സെറ്റിൽ തന്നെ ഒരു എലമെൻ്റാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ മാക്സിമം ഓഫ് AB എന്ന് ഡിഫൈൻ ചെയ്ത ബൈനറി ഓപ്പറേഷൻ എക്രോസ് എയിൽ നിന്ന് എയിലോട്ട് ഡിഫൈൻ ചെയ്തു. അപ്പോൾ അത് ആൻസർ എയിൽ തന്നെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഈ സ്റ്റാർ ഒരു ബൈനറി ഓപ്പറേഷൻ ആകും. ആൻസർ അതിനകത്ത് ഇല്ലെങ്കിൽ അത് ബൈനറി ഓപ്പറേഷൻ ആകത്തില്ല. അപ്പോൾ ആ പ്രോപ്പർട്ടിക്ക് മറ്റൊരു പേര് പറയും ക്ലോഷർ പ്രോപ്പർട്ടി. ആൻസറും ആ സെറ്റിൽ തന്നെ ഉണ്ട് എങ്കിൽ ആ പ്രോപ്പർട്ടിക്ക് പറയുന്ന പേരാണ് ക്ലോഷർ പ്രോപ്പർട്ടി. എന്ന് പറഞ്ഞാൽ സ്റ്റാർ ഈസ് ക്ലോസ്ഡ് അണ്ടർ എ ആണെങ്കിൽ അതിനെന്തെന്ന് പറയാം, നമുക്ക് ബൈനറി ഓപ്പറേഷൻ ആണെന്ന് പറയാം. ഇനി ബൈനറി ഓപ്പറേഷൻസിൻ്റെ പ്രോപ്പർട്ടീസ്. ഒന്നാമത്തെ പ്രോപ്പർട്ടി കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. അപ്പോൾ നമ്മൾ നേരത്തെ അഡിഷൻ്റെ ഫസ്റ്റ് ഇയർ നമ്മളെ സെറ്റിലൊക്കെ പഠിച്ചു എന്താണ് കമ്മ്യൂട്ടേറ്റീവ് എന്ന്. അപ്പോൾ ബൈനറി ഓപ്പറേഷൻ്റെ കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയുമ്പോൾ എക്സ് സ്റ്റാർ വൈ ഈക്വൽ ടു വൈ സ്റ്റാർ എക്സ് ആകണം, ഏത് XY എടുത്തിരുന്നാലും. അപ്പോൾ എ ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ ഓൺ എ സെറ്റ് എ ഈസ് കോൾഡ് കമ്മ്യൂട്ടേറ്റീവ് ഇഫ് എക്സ് സ്റ്റാർ വൈ ഈക്വൽ ടു വൈ സ്റ്റാർ എക്സ് ഫോർ എവരി XY എലമെൻ്റ് ഓഫ് എ. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. അപ്പോൾ അഡിഷൻ തന്നെ എടുക്കുന്നു. Q ക്രോസ് ക്യൂവിൽ നിന്ന് ക്യൂവിലോട്ട്. അപ്പോൾ അഡിഷൻ പ്ലസ് AB എന്ന് പറയുമ്പോൾ A പ്ലസ് B ആണ്. നമുക്കറിയാം A പ്ലസ് ബിയുടെ ആൻസറും B പ്ലസ് എയുടെ ആൻസറും ഓൾവേസ് ഈക്വൽ ആണ്. അപ്പോൾ അഡിഷൻ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ. അതുപോലെ മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ നോക്കിയിരുന്നാലും മൾട്ടിപ്ലിക്കേഷനും കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. A ഇൻറ്റു ബിയുടെ ആൻസറും B ഇൻറ്റു എയുടെ ആൻസറും ഈക്വൽ ആണ്. അപ്പോൾ AB ഈക്വൽ ടു BA ആണെന്നുള്ളത് കൊണ്ട് മൾട്ടിപ്ലിക്കേഷനും കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ. പക്ഷേ A മൈനസ് B സബ്ട്രാക്ഷൻ വരുന്ന കേസിൽ ഇപ്പോൾ Aക്ക് 2ഉം Bക്ക് 3യും എടുത്ത് നോക്കുക. 2 മൈനസ് 3യുടെ ആൻസർ എത്രയാണ്? -1. 3 മൈനസ് 2ൻ്റെ ആൻസറോ 1. അപ്പോൾ അവിടെ രണ്ടും ഈക്വൽ അല്ല. അപ്പോൾ സബ്ട്രാക്ഷൻ്റെ കേസിൽ ഏത് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യില്ല? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. കാരണം A മൈനസ് B നോട്ട് ഈക്വൽ ടു B മൈനസ് എ. എയും ബിയും ഈക്വൽ ആണെങ്കിൽ റെഡിയാണ്. A മൈനസ് ബിയും B മൈനസ് എ ഈക്വൽ ആണ്. പക്ഷേ രണ്ടും അൺഈക്വൽ ആകുന്ന കേസിൽ A മൈനസ് ബിയും B മൈനസ് എയും ഈക്വൽ അല്ല. അപ്പോൾ സബ്ട്രാക്ഷൻ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യില്ല. അതുപോലെ തന്നെയാണ് ഡിവിഷനും. ഡിവിഷൻ്റെ കേസിൽ ഇപ്പോൾ നോക്കിയേ 2/1 അതിൻ്റെ ആൻസർ എത്രയാണ്? 2. പക്ഷെ 1/2 നമ്മൾ എടുത്തു നോക്കിയാലോ 0.5 കിട്ടുക. അപ്പോൾ A/Bയും B/Aയും ഈക്വൽ അല്ല. അപ്പോൾ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. അപ്പോൾ ഡിവിഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. അപ്പോൾ അഡിഷനും മൾട്ടിപ്ലിക്കേഷനും കമ്മ്യൂട്ടേറ്റീവാണ്. പക്ഷേ സബ്ട്രാക്ഷനും ഡിവിഷനും
കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി? എക്സ് സ്റ്റാർ വൈ ഈക്വൽ ടു വൈ സ്റ്റാർ എക്സ്. ഇനി നമുക്ക് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി നോക്കാം. അപ്പോൾ അസോസിയേറ്റീവ് പ്രോപ്പർട്ടിക്ക് നമ്മൾ മറ്റൊരു പേര് പഠിച്ചിട്ടുണ്ട്, ഗ്രൂപ്പിംഗ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ 3 എലമെൻറ്റ്സ് നമുക്ക് വേണം, എയും ബിയും സിയും. അപ്പോൾ അസോസിയേറ്റീവ് സ്റ്റാർ എന്ന ബൈനറി ഓപ്പറേഷൻ അസോസിയേറ്റീവ് ആകണമെങ്കിൽ എ സ്റ്റാർ ബി സ്റ്റാർ സി എന്ന് പറയുന്നത് എ സ്റ്റാർ ബി സ്റ്റാർ സി ആകണം. അപ്പോൾ ഏത് എ ബി സി എയിൽ നിന്ന് എടുത്തിരുന്നാലും ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്താൽ അത് അസോസിയേറ്റീവ് ആണ്. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കറിയാം അഡിഷൻ്റെ കേസ്. അപ്പോൾ എ പ്ലസ് ബി കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ കൂടെ സി ആഡ് ചെയ്താലും, അതുപോലെ ബി പ്ലസ് സി കണ്ടിട്ട് അതിൻ്റെ കൂടെ എ ആഡ് ചെയ്തിരുന്നാലും സെയിം ആൻസറാണ്. അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ, എ ഇൻറ്റു ബി കണ്ടിട്ട് അതിൻ്റെ കൂടെ സി മൾട്ടിപ്ലൈ ചെയ്തിരുന്നാലും, അതുപോലെ ബി ഇൻറ്റു സി കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ കൂടെ എ മൾട്ടിപ്ലൈ ചെയ്തിരുന്നാലും നമുക്കൊരു ആൻസറാണ് കിട്ടുക. അപ്പോൾ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ഏത് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും? അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. ഇനി നമുക്ക് സബ്ട്രാക്ഷൻ്റെ കേസ് നോക്കാം. അപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുക്കുന്നു. എയുടെ വാല്യൂ 1, ബി 3, സി 5. അപ്പോൾ എ മൈനസ് ബി മൈനസ് സി കണ്ടുപിടിക്കണം. അതിൻ്റെ ആൻസർ നമ്മൾ ചെയ്യുമ്പോൾ എ മൈനസ് ബി എന്ന് പറയുമ്പോൾ 1 മൈനസ് 3 മൈനസ് 2 ആണ്. -2 - 5 എത്ര കിട്ടുക? -7. അതുപോലെ എ മൈനസ് ബി മൈനസ് സി. അപ്പോൾ ആദ്യം അവിടെ ബ്രാക്കറ്റുള്ളത് ബി മൈനസ് സിക്കാണ്. അപ്പോൾ ബ്രാക്കറ്റിലുള്ളത് ആദ്യം കണ്ടുപിടിക്കണം. 3 - 5ൻ്റെ ആൻസർ -2 ആണ്. ഇനി 1 - -2 അന്നേരം അത് 1 + 2 ആകും. ആൻസർ 3. അപ്പോൾ ഇവിടെ രണ്ടിൻ്റെ ആൻസർ ഡിസ്റ്റിങ്ക്റ്റാണ്. എ മൈനസ് ബി മൈനസ് സിയുടെ ആൻസർ -7 കിട്ടി. എ മൈനസ് ബി മൈനസ് സിയുടെ ആൻസർ 3യും കിട്ടി. അപ്പോൾ രണ്ടും ഈക്വൽ അല്ലാത്തത് കൊണ്ട് സബ്ട്രാക്ഷൻ ഏത് സാറ്റിസ്ഫൈ ചെയ്യില്ല? അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യില്ല. ഇനി ഡിവിഷൻ്റെ കേസ് നോക്കാം. അപ്പോൾ ഡിവൈഡ് ചെയ്യാൻ എളുപ്പത്തിനുള്ള നമ്പേഴ്സാണ് ഞാനിവിടെ ചൂസ് ചെയ്യുന്നത്. ഏത് നമ്പർ വേണോ നമുക്ക് ചൂസ് ചെയ്യാം. എ 8, ബി 4, സി 2. അപ്പോൾ എ ബൈ ബി ബൈ സി എന്ന് പറയുമ്പോൾ 8/4/2. അപ്പോൾ ബ്രാക്കറ്റ് എവിടെയുള്ള 8/4നാണ്. അപ്പോൾ 2/2 1. ഇനി എ ബൈ ബി ബൈ സി. അപ്പോൾ നമ്മൾ അവിടെ ആദ്യം കണ്ടുപിടിക്കേണ്ട ബി ബൈ സി ആണ്. അപ്പോൾ 4/2. 4/2ൻ്റെ ആൻസർ 2. 8/2ൻ്റെ ആൻസർ ഏതാ വരിക? 4. അപ്പോൾ എ ബൈ ബി ബൈ സിയുടെ ആൻസറും എ ബൈ ബി ബൈ സിയുടെ ആൻസറും ഈക്വൽ അല്ല. അപ്പോൾ ഇവിടെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യില്ല. അപ്പോൾ നമ്മൾ കണ്ടു അഡിഷനും മൾട്ടിപ്ലിക്കേഷനും അസോസിയേറ്റീവാണ്, പക്ഷെ സബ്ട്രാക്ഷനും ഡിവിഷനും അസോസിയേറ്റീവ് അല്ല. നേരത്തെ നമ്മൾ പഠിച്ചു കമ്മ്യൂട്ടേറ്റീവ്. ഇപ്പോൾ നമ്മൾ ഏത് പഠിച്ചു? അസോസിയേറ്റീവ്. ഇനി അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എക്സിസ്റ്റൻസ് ഓഫ് ഐഡൻറ്റിറ്റിയാണ്. ഇപ്പോൾ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്റ്റാർ എന്നൊരു ബൈനറി ഓപ്പറേഷൻ എ ക്രോസ് എയിൽ നിന്ന് എയിലോട്ടുള്ള ബൈനറി ഓപ്പറേഷൻ. അപ്പോൾ ഇ എന്ന എലമെൻറ്റിന് ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഇ എന്ന് പറയുന്ന എയിൽ തന്നെ ഉണ്ടാവണം. ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്ന് പറയണമെങ്കിൽ എ സ്റ്റാർ ഇയുടെ ആൻസറും ഇ സ്റ്റാർ എയുടെ ആൻസറും എ ആകണം. അപ്പോൾ രണ്ടിൻ്റെ ആൻസറും എ ആണെങ്കിൽ ഈ പറയുന്ന പേരാണ് ഐഡൻറ്റിറ്റി. അപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അഡിഷൻ എന്ന ബൈനറി ഓപ്പറേഷൻ നമ്മൾ എടുക്കുന്നു. നേരത്തെ നമ്മൾ കണ്ടു അഡിഷൻ റാഷണൽ നമ്പേഴ്സിലെ ബൈനറി ഓപ്പറേഷനാണ്. അപ്പോൾ അഡിഷൻ എടുക്കുമ്പോൾ എ എന്ന നമ്പറിൻ്റെ കൂടെ ഏത് ആഡ് ചെയ്താലാണ് നമുക്ക് ഏത് തന്നെ കിട്ടുക? നമുക്കറിയാം 0. അപ്പോൾ എ പ്ലസ് 0യുടെ ആൻസറും 0 + എയുടെ ആൻസറും എ ആണ്. അപ്പോൾ രണ്ടിൻ്റെ ആൻസറും എ ആണ് എന്നുള്ളത് കൊണ്ട് ഏത് എ എടുത്തിരുന്നാലും ഇത് ഈക്വലാണ്. ഇപ്പോൾ 0 + 1, 1 + 0 രണ്ടിൻ്റെ ആൻസറും 1. അതുപോലെ 0 + 2, 2 + 0 രണ്ടിൻ്റെ ആൻസറും 2. ഏത് എ എടുത്തിരുന്നാലും ആ എയുടെ കൂടെ 0 ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എ തന്നെ ആയിരിക്കും. അപ്പോൾ 0യെ പറയുന്ന പേരാണ് അഡിറ്റീവ് ഐഡൻറ്റിറ്റി. അപ്പോൾ ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ നോക്കാം. മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ നോക്കുമ്പോൾ എ ഇൻറ്റു ബി. അപ്പോൾ നമുക്കറിയാം എ ഇൻറ്റു 1ൻ്റെ ആൻസറും 1 ഇൻറ്റു എയുടെ ആൻസറും എ ആണ്. അപ്പോൾ രണ്ടിൻ്റെ ആൻസറും എ ആണെന്നുള്ളത് കൊണ്ട് ഏത് എ എടുത്തിരുന്നാലും ഇതാ വെക്കുക. അപ്പോൾ 1 എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ ഐഡൻറ്റിറ്റി.
അപ്പോൾ ജനറലായിട്ട് നമുക്ക് പറയാം ഈ ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്ന് പറയണമെങ്കിൽ എ സ്റ്റാർ ഇയുടെ ആൻസറും ഇ സ്റ്റാർ എയുടെ ആൻസറും ഏതിന് ഈക്വൽ ആകണം? എക്ക് ഈക്വൽ ആകണം. അടുത്തെന്ന് പറയുന്നത് ഇൻവേഴ്സ്. അപ്പോൾ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി എലമെൻ്റ് ഉണ്ടെങ്കിലേ ഇൻവേഴ്സ് ഉള്ളൂ. അപ്പോൾ സ്റ്റാർ എന്ന ബൈനറി ഓപ്പറേഷൻ എടുക്കുന്നു. ഗിവൺ എ ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ ഫ്രം എ ക്രോസ് എ ടു എ വിത്ത് ദ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഇ ഇൻ എ. അപ്പോൾ അവിടുത്തെ ഐഡൻറ്റിറ്റി എലമെൻ്റ് ഏതാ? ഇ. അപ്പോൾ എ എന്ന ഒരു എലമെൻറ്റിന് ഇൻവേർട്ടിബിൾ എന്ന് പറയണമെങ്കിൽ അവിടെ ബി എന്ന മറ്റൊരു എലമെൻ്റ് ഉണ്ടാകണം. എ സ്റ്റാർ ബി ഈക്വൽ ടു ഇ ഈക്വൽ ടു ബി സ്റ്റാർ എ എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിൽ. അപ്പോൾ എ സ്റ്റാർ ബിയുടെ ആൻസറും ബി സ്റ്റാർ എയുടെ ആൻസറും ഐഡൻറ്റിറ്റി ആകുന്ന വിധത്തിലുള്ള ബി ഉണ്ട് എങ്കിൽ എയുടെ ഇൻവേഴ്സാണ് ഏതാ? ബി. അപ്പോൾ ബി ഈസ് ദ ഇൻവേഴ്സ് ഓഫ് എ, അല്ലെങ്കിൽ എ ഈസ് ഇൻവേർട്ടിബിൾ. ആ ഇൻവേഴ്സിനെ ഡിനോട്ട് ചെയ്യുന്നത് എ ഇൻവേഴ്സ് എ റൈസ് ടു -1 എന്ന് നമ്മൾ എഴുതുക. അത് വായിക്കുന്നത് എങ്ങനെയാണ്? എ ഇൻവേഴ്സ്. അപ്പോൾ നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് പഠിച്ചു. എന്തായിരുന്നു കമ്മ്യൂട്ടേറ്റീവ്? എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാർ എ. അടുത്ത അസോസിയേറ്റീവ് പ്രോപ്പർട്ടി പഠിച്ചു. എന്തായിരുന്നു? എ സ്റ്റാർ ബി സ്റ്റാർ സി ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി. അടുത്ത ഐഡൻറ്റിറ്റി പഠിച്ചു. ഇ എന്ന എലമെൻറ്റിന് ഐഡൻറ്റിറ്റി എന്ന് പറയണമെങ്കിൽ എ സ്റ്റാർ ഇയുടെ ആൻസറും ഇ സ്റ്റാർ എയുടെ ആൻസറും എ ആകണം. അടുത്ത ഇൻവേർട്ടിബിൾ പഠിച്ചു. ഈ ഐഡൻറ്റിറ്റി ആണെങ്കിൽ എ സ്റ്റാർ ബിയും ബി സ്റ്റാർ എയും ഇ ആണെങ്കിൽ ബിയെ പറയുന്ന പേരാണ് എയുടെ ഇൻവേഴ്സ്. അപ്പോൾ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില പ്രോബ്ലങ്ങളും കൂടെ നമുക്ക് നോക്കാം. ഇപ്പോൾ ഇൻവേഴ്സ് നമ്മൾ നോക്കും. ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ഐഡൻറ്റിറ്റിയുടെ എക്സാമ്പിൾ കണ്ടു. ഇപ്പോൾ ഇൻവേഴ്സ് വരുമ്പോൾ അഡിഷൻ്റെ കേസിൽ വരുമ്പോൾ 0 ആണ് ഐഡൻറ്റിറ്റി എന്ന് എടുത്തു. അപ്പോൾ എ പ്ലസ് മൈനസ് എയുടെ ആൻസറും മൈനസ് എ പ്ലസ് എയുടെ ആൻസറും 0 അപ്പോൾ അഡിഷൻ്റെ കേസിൽ എയുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഏതാ? -എ. കാരണം 0 ഐഡൻറ്റിറ്റി. രണ്ടെണ്ണം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് കിട്ടണം? ഐഡൻറ്റിറ്റി. അതുപോലെ മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ 2 എലമെൻറ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടണം? 1. അപ്പോൾ അങ്ങനെ കിട്ടിയാലേ നമുക്ക് ഇൻവേർട്ടിബിൾ എക്സിസ്റ്റ് ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ കേസിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ള non-zero എലമെൻറ്റ്സിന് മാത്രമേ ഇൻവേഴ്സ് വരത്തുള്ളൂ. കാരണം എയുടെ കൂടെ 1/a മൾട്ടിപ്ലൈ ചെയ്താലേ ആൻസർ എത്ര വരത്തുള്ളൂ? 1. അപ്പോൾ 0 കൊണ്ടുള്ള ഡിവിഷൻ പോസിബിൾ അല്ല. അപ്പോൾ 0ക്ക് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യില്ല. അപ്പോൾ ഇനി നമുക്ക് ചില പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് വൺ, സ്റ്റാർ എന്ന ബൈനറി ഓപ്പറേഷൻ ആർ ക്രോസ് ആറിൽ നിന്ന് ആറിലോട്ട് ഡിഫൈൻ ചെയ്യുന്നത് സ്റ്റാർ എ ബി എന്ന് പറയുന്നത് എ പ്ലസ് എ ബി സ്ക്വയർ. നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത് -5 സ്റ്റാർ 2 സ്റ്റാർ 0. അപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റാർ എ ബി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്താ? എ പ്ലസ് 4b സ്ക്വയർ. അപ്പോൾ ഇവിടെ ആദ്യം നമുക്ക് ബ്രാക്കറ്റുള്ള ഏതിനാ? 2 സ്റ്റാർ 0. അപ്പോൾ ഈ എ ബിയിൽ നമ്മൾ 2 0 എന്ന് പറയുമ്പോൾ എങ്ങനെ വരാം? 2 + 4 × 0 സ്ക്വയർ. അതാ ഫസ്റ്റ് ചെയ്തേക്കുന്നത്. -5 സ്റ്റാർ ബ്രാക്കറ്റിലുള്ള ആൻസർ 2 സ്റ്റാർ 4 × 0 സ്ക്വയർ. 4 × 0 സ്ക്വയർ വരുമ്പോൾ 0 വരിക. അപ്പോൾ -5 സ്റ്റാർ 2. അപ്പോൾ ഇനി നമുക്ക് എ എന്ന് പറയുന്ന -5 ആണ്, ബി എന്ന് പറയുന്നത് 2 ആണ്. വീണ്ടും എ സ്റ്റാർ ബിയുടെ ഫോർമുല. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? -5 + 4 × 2 സ്ക്വയർ. എ പ്ലസ് 4b സ്ക്വയറാണ്. എയുടെ സ്ഥാനത്ത് -5, ബിയുടെ സ്ഥാനത്ത് 2. ഇപ്പോൾ 2 സ്ക്വയറിൻ്റെ ആൻസർ 4. 4 × 4 16. -5 + 16 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 11. മനസ്സിലായല്ലേ എങ്ങനെ ഓപ്പറേഷൻ ചെയ്തതെന്നുള്ള? അപ്പോൾ എ നമുക്ക് ഫസ്റ്റ് എലമെൻറ്റ് എ, സെക്കൻഡ് എലമെൻറ്റ് ബി. ഇനി രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ നോക്കാം. സ്റ്റാർ എന്ന ബൈനറി ഓപ്പറേഷൻ ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് non-zero റിയൽ നമ്പേഴ്സിലാണ്. എന്ന് പറഞ്ഞാൽ 0 അതിനകത്ത് ഇല്ല. അപ്പോൾ എ സ്റ്റാർ ബി എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? AB/5. നമ്മളിനി കണ്ടുപിടിക്കേണ്ടത് എന്താ? 2 സ്റ്റാർ x സ്റ്റാർ 5. അതിൻ്റെ ആൻസർ 10 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം എ സ്റ്റാർ ബി ഡിഫൈൻ ചെയ്തിരിക്കുന്ന AB/5 ആണ്.
അപ്പോൾ നമ്മൾ എ സ്റ്റാർ ബിയുടെ ആൻസർ AB/5 ആണെന്നുള്ളത് കൊണ്ട് നമുക്കിവിടെ ബ്രാക്കറ്റുള്ള ഏതാണ് നമുക്ക് തന്നിട്ടുള്ള ഏതാ 2 സ്റ്റാർ X സ്റ്റാർ 5. അപ്പോൾ അതിൽ ബ്രാക്കറ്റുള്ള ഏതിനാ X സ്റ്റാർ 5. അപ്പോൾ അത് ആദ്യം കണ്ടുപിടിക്കുന്നു. എ സ്റ്റാർ ബി AB/5. അപ്പോൾ X സ്റ്റാർ 5 എന്താ X × 5/5. 5 കട്ടായി പോവും. അന്നേരം നമുക്ക് 2 സ്റ്റാർ X, അതിൻ്റെ ആൻസർ 10. അപ്പോൾ 2 സ്റ്റാർ X എന്ന് പറഞ്ഞാൽ A എന്ന് പറയുന്നത് 2 ആണ്, B എന്ന് പറയുന്നത് X ആണ്. അപ്പോൾ 2x/5, അതിൻ്റെ ആൻസർ എത്ര വരും 10. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2xൻ്റെ ആൻസർ 50 ആകും. അപ്പോൾ എക്സിൻ്റെ ആൻസർ എത്ര കിട്ടും 25. ക്ലിയർ ആയല്ലോ? അത് നമുക്ക് തന്നിരിക്കുന്ന 2 സ്റ്റാർ X സ്റ്റാർ 5 അതിൻ്റെ ആൻസറാണ് 10. അപ്പോൾ ആദ്യം X സ്റ്റാർ 5 കണ്ടുപിടിക്കുന്നു. X × 5/5 അത് ക്യാൻസലായി പോവും. അത് 2 സ്റ്റാർ X ആകും. ആ 2 സ്റ്റാർ Xൻ്റെ ആൻസർ 2x/5 ആകും. അതിൻ്റെ ആൻസർ 10. അപ്പോൾ X എന്ന് പറയുന്നത് നമുക്ക് 25 കിട്ടും. നെക്സ്റ്റ്, if the binary operation star defined on Q is defined as A star B equal to 2A plus B minus AB for all AB element of Q. Find the value of 3 star 4. അപ്പോൾ ഇവിടെ എ സ്റ്റാർ ബിയുടെ ആൻസർ നമുക്ക് തന്നിരിക്കുന്നത് 2A plus B minus AB. അതിൽ എക്ക് 3യും ബിക്ക് 4ഉം നമ്മൾ കൊടുക്കുക. അതാണ് നമുക്ക് 3 സ്റ്റാർ 4 കണ്ടുപിടിക്കുക. അപ്പോൾ A3 B4. അപ്പോൾ 3 സ്റ്റാർ 4 കണ്ടുപിടിക്കുക. നമുക്ക് എത്ര കിട്ടും 2 × 3 + 4 - 3 × 4. അപ്പോൾ 6 + 4 - 12. ആൻസർ എത്രയാ 10 - 12. നമുക്ക് എത്ര കിട്ടും -2. അപ്പോൾ ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. നേരത്തെ നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് അസോസിയേറ്റീവ് എന്താണെന്ന് പഠിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും. ഒരു ബൈനറി ഓപ്പറേഷൻ തന്നിട്ട് അതിന് ഒരു സ്റ്റാർ എന്ന ഓപ്പറേഷൻ തന്നിട്ട് അത് ബൈനറി ഓപ്പറേഷനാണ് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ബൈനറി ഓപ്പറേഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചു. എ സ്റ്റാർ ബിയുടെ ആൻസർ ആ സെറ്റിൽ തന്നെ ഉണ്ടെങ്കിൽ അതിനെ ബൈനറി ഓപ്പറേഷൻ. അപ്പോൾ ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെറ്റ് ഏതാ S. 1 അല്ലാതുള്ള റാഷണൽ നമ്പർ. സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ് എക്സെപ്റ്റ് 1. ആൻഡ് A star B equal to A plus B minus AB. എയും ബിയും എസ്സിലെ എലമെൻറ്റ്സ് ആണ്, പക്ഷേ അത് 1 അല്ല. അപ്പോൾ സ്റ്റാർ ബൈനറി ഓപ്പറേഷനാണ് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം എ സ്റ്റാർ ബിയുടെ ആൻസർ 1 അല്ലാത്ത റാഷണൽ നമ്പർ ആകണം. അപ്പോൾ എയും ബിയും 1 അല്ലെങ്കിൽ 2 റാഷണൽ നമ്പേഴ്സിൻ്റെ അഡീഷൻ എന്ന് പറയുന്നത് റാഷണൽ നമ്പേഴ്സാണ്. അതുപോലെ 2 റാഷണൽ നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷനും റാഷണൽ നമ്പേഴ്സാണ്. അപ്പോൾ ഇവിടെ എയും ബിയും 1 അല്ലാത്ത 2 റാഷണൽ നമ്പേഴ്സാണ്. അപ്പോൾ A plus B minus ABയും എന്ത് തന്നെ ആയിരിക്കും? ഒരു റാഷണൽ നമ്പർ തന്നെ ആയിരിക്കും. ഇപ്പോൾ A plus Bയും റാഷണൽ നമ്പർ ആകും, ABയും റാഷണൽ നമ്പർ ആകും. 2 റാഷണൽ നമ്പേഴ്സിൻ്റെ ഡിഫറൻസും റാഷണൽ നമ്പർ ആകും. അപ്പോൾ സ്റ്റാർ എന്ന് പറയുന്നതൊരു ബൈനറി ഓപ്പറേഷനാണ്. ഇനി നമുക്കതിൽ പ്രൂവ് ചെയ്യാനുള്ളത് കമ്മ്യൂട്ടേറ്റീവ്. എന്താണ് കമ്മ്യൂട്ടേറ്റീവ്? എ സ്റ്റാർ ബിയുടെ ആൻസറും ബി സ്റ്റാർ എയുടെ ആൻസറും ഈക്വൽ ആണെങ്കിൽ അതിനെയാണ് കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ എ സ്റ്റാർ ബി നമുക്കറിയാം A plus B minus AB എന്ന ക്വസ്റ്റ്യനിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ A plus Bയെ നമുക്ക് തിരിച്ച് B plus A എന്ന് എഴുതാം, കാരണം അഡിഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്. അതുപോലെ ABയെ നമുക്ക് B എന്ന് എഴുതാം, കാരണം മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്. അപ്പോൾ B plus A minus B അത് ഏതിന് ഈക്വൽ ആകും? B star A. അപ്പോൾ B star A എന്ന് പറയുന്നത് ഏതാ? B plus A minus BA. അപ്പോൾ A plus B minus ABയും B plus A minus BAയും ഈക്വൽ ആണ്. അപ്പോൾ A star Bയും B star Aയും ഈക്വൽ ആണ്. അപ്പോൾ സ്റ്റാർ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് ആണ്. അപ്പോൾ ഇനി അടുത്ത് അസോസിയേറ്റീവ് ആണ്. അടുത്ത് നമുക്ക് ചോദിച്ചിരിക്കുന്നത് അസോസിയേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? A star B സ്റ്റാർ സിയുടെ ആൻസറും A star B star സിയുടെ ആൻസറും ഈക്വൽ ആകണം. അപ്പോൾ നമ്മൾ ആദ്യം A star B സ്റ്റാർ സി കണ്ടുപിടിക്കുന്നു. അതിൽ ബ്രാക്കറ്റ് ഉള്ളത് A star Bക്ക്. അപ്പോൾ അതിൻ്റെ ആൻസർ ആദ്യം എഴുതുന്നു. അപ്പോൾ A plus B minus AB സ്റ്റാർ സി.
അപ്പോൾ ഇവിടെ ഇനി എ എന്ന് പറയുന്നത് എ പ്ലസ് ബി മൈനസ് എ ബിയും ബി എന്ന് പറയുന്നത് സി, 2 എലമെൻ്റ് വെച്ച് സ്റ്റാർ എന്ന ഓപ്പറേഷൻ. അപ്പോൾ എ പ്ലസ് ബി മൈനസ് എ ബി, അപ്പോൾ എക്ക് പകരം ഉള്ളത് എ പ്ലസ് ബി മൈനസ് എ ബി പ്ലസ് ബിക്ക് പകരം സി മൈനസ് വീണ്ടും എ ബി, എക്ക് പകരം എ പ്ലസ് ബി മൈനസ് എ ബി ഇൻറ്റു ബിക്ക് പകരം ഏതാ സി. അത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? എ പ്ലസ് ബി പ്ലസ് സി മൈനസ് എ ബി മൈനസ് ബി സി മൈനസ് എ സി പ്ലസ് എ ബി സി എന്ന് കിട്ടും. അതിന് ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ ഇനി രണ്ടാമത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എ സ്റ്റാർ ബി സ്റ്റാർ സി. അപ്പോൾ എ സ്റ്റാർ ബി സ്റ്റാർ സിയിൽ ബ്രാക്കറ്റ് ഉള്ള ഏതിനാ? ബി സ്റ്റാർ സിക്കാണ്. അപ്പോൾ ബി സ്റ്റാർ സി എന്ന് പറയുന്നത് എന്താ? ബി പ്ലസ് സി മൈനസ് ബി സി. ഇനി എ സ്റ്റാർ ബി പ്ലസ് സി മൈനസ് ബി സി. എ എന്ന് പറയുന്നത് ഏതല്ല, ബി എന്ന് പറയുന്നത് ബി പ്ലസ് സി മൈനസ് ബി സി. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുമ്പോൾ എ പ്ലസ് ബി പ്ലസ് സി മൈനസ് ബി സി മൈനസ് ഓഫ് എ ഇൻറ്റു ബി പ്ലസ് സി മൈനസ് ബി സി. ബ്രാക്കറ്റ് മാറ്റുമ്പോൾ എന്താ കിട്ടുക? എ പ്ലസ് ബി പ്ലസ് സി മൈനസ് എ ബി ഉണ്ട്, ഒരു മൈനസ് ബി സി ഇവിടെയുണ്ട്, മൈനസ് എ സി പ്ലസ് എ ബി സി. അപ്പോൾ ഈ ഒന്നാമത്തെ രണ്ടാമത്തെ ഇക്വേഷൻ കമ്പയർ ചെയ്യുമ്പോൾ രണ്ടും ഈക്വലാണ്. അപ്പോൾ ഈ 2 ഇക്വേഷൻ നമുക്ക് എന്താ കിട്ടുക? എ സ്റ്റാർ ബി സ്റ്റാർ സിയുടെ ആൻസറും എ സ്റ്റാർ ബി സ്റ്റാർ സിയുടെ ആൻസറും ഈക്വലാണ്. അപ്പോൾ സ്റ്റാർ എന്ന് പറയുന്നത് ഏത് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു? അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. അപ്പോൾ ബൈനറി ഓപ്പറേഷൻ എന്ന് പ്രൂവ് ചെയ്യുന്നത് എങ്ങനെ? ബൈനറി ഓപ്പറേഷൻ ആകണമെങ്കിൽ ആൻസർ ആ സെറ്റിൽ തന്നെ ഉണ്ടാകണം. കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറഞ്ഞാൽ എ സ്റ്റാർ ബിയുടെ ആൻസറും ബി സ്റ്റാർ എയുടെ ആൻസറും ഈക്വൽ ആകണം. അസോസിയേറ്റീവ് എന്ന് പറഞ്ഞാൽ എ സ്റ്റാർ ബി സ്റ്റാർ സിയും എ സ്റ്റാർ ബി സ്റ്റാർ സിയും ഈക്വലാണ്. അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇതിൻ്റെ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് ഞാനിടും, നിങ്ങളത് ചെയ്യുക. ഇത് പഠിക്കുക. മനസ്സിലാകാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പ് വഴി ചോദിക്കുക. താങ്ക് യു.